മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പോസ്റ്റ് ഇടുന്നവരും സ്റ്റോറി ഇടുന്നവരെല്ലാം തന്നെ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. അതായത് ഓരോ മഴക്കാലം വരുമ്പോഴും നമ്മൾ എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യങ്ങളാണ് അതായത് മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടുമെന്ന്. അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല, കേരളത്തിലുള്ള ഭരണപക്ഷ പാർട്ടിയായിക്കോട്ടെ പ്രതിപക്ഷ പാർട്ടികളായിക്കോട്ടെ, ഇവർ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് അതായത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ തമിഴ്നാട്ടിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ രണ്ടുപേരും ഒരുമിച്ചാണ് അത് മുല്ലപ്പെരിയാർ പൊട്ടുമൊന്നുമില്ല, ഇതിന്റെ പിന്നിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരേ ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ ഏതൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കില്ല. അതായത് അത് ജനങ്ങൾക്ക് എത്ര നല്ല തീരുമാനമാണെങ്കിലും അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല കാര്യമല്ല. പക്ഷേ ഇതിൽ മാത്രം ഒരു കോമൺ സിനാരിയോ ഉണ്ട്. അതായത് രണ്ട് സംസ്ഥാനങ്ങളിലും അതായത് പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ഭരണപക്ഷ പാർട്ടികളും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ കുറച്ച് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ട്. അത് എന്താണെന്നാണ്, അതായത് മുല്ലപ്പെരിയാർ പൊളിക്കുന്നുണ്ട് തമിഴ്നാടിന് കോടാനുകോടി രൂപ നഷ്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പൊളിക്കുകയാണെങ്കിൽ കേരള സർക്കാരിനും കോടാനുകോടി രൂപ ലാഭം കിട്ടും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ അതായത് നിങ്ങൾ ഇതുവരെയും കേൾക്കാത്ത കുറെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെ പിന്നിൽ കൃത്യമായി അറിയാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ അതായത് ഞാൻ മുല്ലപ്പെരിയാറിനെതിരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഫുള്ളായും കണ്ടതിന് ശേഷം മാത്രം വിലയിരുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ എത്രമാത്രം സ്ട്രോങ് ആണ്, അത് പൊട്ടുകയോ ഇല്ലയോ, അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ നടക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഒരു വീഡിയോ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് മസ്റ്റായും കണ്ടതിന് ശേഷം ഈ വീഡിയോയിലോട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തികച്ചും അതായത് മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത്. അതായത് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഓരോ മഴക്കാലം വരുമ്പോഴും ഈ മുല്ലപ്പെരിയാർ വിഷയം അങ്ങ് പൊങ്ങി വരാറുണ്ട്. അതായത് തമിഴ്നാട്ടിലും കേരളത്തിലും ഇത് പൊങ്ങി വരാറുണ്ട്. അതായത് തമിഴ്നാട്ടിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് കേരളം ആൾക്കാർ ഇത് പൊളിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയം ഒരു കോയിൻ പോലെയാണ്. അതായത് രണ്ട് സൈഡ്. അപ്പോൾ ഒരു സൈഡ് തമിഴ്നാട് ആൾക്കാർ ഇത് എന്തുകൊണ്ടാണ് പൊളിക്കരുത് എന്ന് പറയുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ മുല്ലപ്പെരിയാറിനെ ആശ്രയിച്ച് തമിഴ്നാടിന്റെ എക്കണോമി തുടങ്ങി അവരുടെ പല കാര്യങ്ങളും ഈ മുല്ലപ്പെരിയാറിനെ ആശ്രയിച്ചിട്ടുണ്ട്. അതായത് അവരുടെ സ്ഥലങ്ങളായ മധുരൈ, ദിണ്ടുക്കൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം കൃഷി തന്നെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ മുല്ലപ്പെരിയാർ വെള്ളമാണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാറിന്റെ വെള്ളം കിട്ടിയില്ലെങ്കിൽ അതായത് തമിഴ്നാട് ഒരു വരണ്ട ഭൂമി പോലെയാവും. എന്നാൽ നേരെ മറിച്ച് കേരളത്തിലുള്ള ആൾക്കാർ അതായത് കോയിൻ ഫ്ലിപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം പറയുന്നത് അതായത് ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 വർഷത്തോളം പിന്നിട്ടല്ലോ, ഏകദേശം 100 വർഷം കഴിഞ്ഞല്ലോ ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ട്. അപ്പോൾ ഈ 100 വർഷം കഴിയുമ്പോൾ ഇതിന് എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? അപ്പോൾ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഏകദേശം 1 കോടി ജനങ്ങളോളം മരണപ്പെടും എന്നുള്ളത് അതായത് ഒരു എസ്റ്റിമേറ്റ് ആണ്. 1 കോടിയിലും അധികം ആൾക്കാർ മരണപ്പെടാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിന്റെ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. അതായത് കേരളത്തിന്റെ ഡിമാൻഡ് സിമ്പിൾ തന്നെയാണ്. അതായത് ഇത് പൊളിച്ച് പുതിയൊരു ഡാം കെട്ടിക്കോ, ഞങ്ങൾക്ക് വെള്ളമൊന്നും വേണ്ട, പക്ഷേ ഇത് പൊളിച്ച് ഞങ്ങളുടെ സംസ്ഥാനത്തെ സെക്യൂരിറ്റി ഒന്ന് ഉറപ്പുവരുത്തിയാൽ മതി എന്നുള്ളത് മാത്രമാണ് കേരളത്തിന്റെ ഡിമാൻഡ്. അതായത് പൊതുജനങ്ങൾക്ക് അറിയുന്നത്. എന്നാൽ തമിഴ്നാട് ഇതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ഡബിൾ സ്ട്രോങ് ആണ്. അതായത് ഒരിക്കലും പൊട്ടില്ല എന്ന് പറഞ്ഞ് പല കമ്മീഷനും ഇവിടെ ക്ലിയർ ആയ റിപ്പോർട്ടുകൾ തന്നാണ്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ അത് പൊളിക്കണം എന്നാണ് തമിഴ്നാട് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ സർക്കാർ പുറത്തോട്ട് പറയാതെ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ജനങ്ങൾ എല്ലാം ഇത് പച്ചയായി വിശ്വസിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിന് ഇനി എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡാം പൊളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഭരണപക്ഷ പാർട്ടിക്ക് ഒരു ഹൈലൈറ്റ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചത്, അതിനുശേഷം പുതിയൊരു ഡാം നിർമ്മിച്ചതും. അപ്പോൾ ഇങ്ങനെ പൊളിച്ച് നിർമ്മിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം 1 കോടി ജനങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി എന്ന് പറഞ്ഞ് അവർക്ക് കുറച്ച് വോട്ട് ഇതിൽ ആദ്യം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആര് വോയിസ് കൊടുക്കുന്നോ അവർക്ക് വോട്ടുകൾ കൂടുതൽ വീഴും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമുള്ള കാര്യമല്ല. പക്ഷേ ഇതിൽ ഇവർ പറയുന്നതിൽ കുറച്ച് കാര്യം കൂടിയുണ്ട്. അതായത് 100 വർഷം പിന്നിട്ട് ഈ ഒരു ഡാമിന് എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? അതായത് കമ്മീഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ പ്രകൃതിനെ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് പെട്ടെന്നെങ്ങാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതായത് ഈ 1 കോടി ആൾക്കാരും വാനിഷ് ആവും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ അതായത് ഈ പാർട്ടികൾ വെറും ഇതിന് മാത്രമാണോ, അതായത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണോ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞത്? അതായത് ഇതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ കുറെ വർഷങ്ങളോളം നീണ്ടു നിന്ന കേസൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി അതെല്ലാം തന്നെ വെരിഫൈ ചെയ്ത് സുപ്രീം കോടതിയാണ് സെപ്പറേറ്റ് കമ്മിറ്റി എല്ലാം രൂപീകരിച്ച് അതായത് ഇതിന്റെ സ്ട്രോങ് എത്രയുണ്ട്, അതുപോലെ തന്നെ ഇതിൽ എത്രമാത്രം വെള്ളം ഉയർത്താം ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യാനും ഉള്ള ഒരു ഇൻഡിവിജ്വൽ കമ്മിറ്റിനെ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മിറ്റി അടക്കം റിപ്പോർട്ടുകൾ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഇതിന് യാതൊരുവിധ പ്രശ്നവുമില്ല, ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഇത്രമാത്രം സ്ട്രോങ് റിപ്പോർട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടു പിന്നെയും ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇത് പൊട്ടും എന്ന് പറഞ്ഞു വരുത്തുന്നത്? അതായത് ഇപ്പോൾ കേരളത്തിന് ഈ മുല്ലപ്പെരിയാറിന് കിട്ടുന്ന വരുമാനം ഒരു വർഷം വെറും 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതായത് തമിഴ്നാട് സർക്കാർ ഒരു വർഷം 10 ലക്ഷം രൂപ ഈ കേരളത്തിന് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം ഫുള്ളായിട്ടും നിൽക്കുന്നത് കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് പവർ ജനറേഷൻ തമിഴ്നാട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറെ ടൂറിസ്റ്റ് റവന്യൂ അങ്ങനെ കുറെ റവന്യൂകൾ വരുന്നുള്ളതുകൊണ്ട് തന്നെ അതായത് ഒരു വർഷം അതായത് കേരള ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു അതായത് ഓരോ വർഷവും 10 ലക്ഷം രൂപ ഈ മുല്ലപ്പെരിയാറിന് വേണ്ടി തമിഴ്നാട് ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള ഗവൺമെന്റ് ഇപ്പോൾ ഇത് പൊളിക്കണം എന്ന് പറയുന്ന ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഡാം പൊളിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഡാം എന്തായാലും തമിഴ്നാടിന് നിർമ്മിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഒരു വെള്ളം ഇല്ലെങ്കിൽ അതായത് ഈ ഒരു മുല്ലപ്പെരിയാറിന്റെ വെള്ളം ഇല്ലെങ്കിൽ തമിഴ്നാടിന് ഒരു മാസം പോലും നിൽക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ പുതിയതായിട്ട് എന്തായാലും ഡാം നിർമ്മിക്കും. പുതിയതായിട്ട് ഒരു ഡാം നിർമ്മിക്കുമ്പോൾ അവിടെ പുതിയതായിട്ട് പവർ ജനറേഷൻ അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പണ്ടുള്ള എഗ്രിമെന്റ് ഇവിടെ വാലിഡേറ്റ് ആവില്ല. അതായത് പണ്ടത്തെ എഗ്രിമെന്റ് അനുസരിച്ചായിരുന്നു 10 ലക്ഷം വരുന്നത്. പക്ഷേ പുതിയൊരു ഡാം നിർമ്മിക്കുമ്പോൾ അവിടെ എഗ്രിമെന്റ് റീസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഇത് പുതിയതായിട്ട് ഒരു എഗ്രിമെന്റ് റീസൈൻ ചെയ്യുമ്പോൾ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് കേരളത്തിന് ഇത് 10 ലക്ഷത്തിൽ നിന്ന് 1 കോടിയോ അല്ലെങ്കിൽ അതിലും കൂടുതൽ കോടിയായിട്ട് തമിഴ്നാട് ഗവൺമെന്റിന് ആവശ്യപ്പെടാം. അപ്പോൾ തമിഴ്നാടിനും വേറെ വഴിയില്ലാതെ അവർ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം അവർക്ക് അത്രമാത്രം ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ്. അപ്പോൾ 1970കളിലാണ് തമിഴ്നാട് ഗവൺമെന്റ് അതായത് ഈ മുല്ലപ്പെരിയാർ ഡാം അതായത് ഇത്രയും വലിയൊരു ഡാം അല്ലേ ഇത് വെറുതെ പോകണോ എന്ന് കരുതി അവരവിടെ പവർ ജനറേഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പവർ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരള ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് അവർ പവർ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വർഷം 10 ലക്ഷം കൊടുക്കാമെന്ന്. അപ്പോൾ അതിനെ തുടർന്നാണ് കേരള ഗവൺമെന്റ് അപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന കേരള ഗവൺമെന്റ് എല്ലാം വിചാരിക്കുന്നു അതായത് എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന് കൂടിയിട്ടാണ് അവർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമായ ആ ഒരു സമയത്ത് ഏറ്റവും വലിയ ഡാമായ ഇടുക്കി ഡാം നിർമ്മിക്കുന്നതും അവിടെ പവർ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റ് ഒരു പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇടുക്കി ഡാം കെട്ടി പൂർത്തിയാക്കുന്നു. പക്ഷേ അപ്പോൾ കേരള ഗവൺമെന്റ് ഏറ്റുനിന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ മുല്ലപ്പെരിയാർ ഡാം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇടുക്കി ഡാമിലോട്ട് അവർ പ്രതീക്ഷിച്ചത്ര വെള്ളം വരുന്നില്ല. അതായത് മഴ പെയ്തു വരുന്നതോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ സോഴ്സിൽ നിന്ന് മാത്രമോ വെള്ളം വരുന്നുള്ളൂ. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അവർ പവർ ജനറേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരവിടെ പോയിട്ട് അതായത് ഇടുക്കി ഡാം നിർമ്മിക്കുന്നത്. പക്ഷേ ഇടുക്കി ഡാമിൽ അത്രമാത്രം വെള്ളം എത്താത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്ലാൻ മൊത്തമായിട്ടും അവർക്ക് അതായത് ഫുള്ളായിട്ടും സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല. അതായത് അത്രയും പൈസ മുടക്കി ആ നിർമ്മിച്ച ആ ഒരു ഡാം ഇപ്പോഴും വലിയ അതായത് അത്രമാത്രം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ്. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് ഈ ഒരു ഡാം പൊളിക്കുകയാണെങ്കിൽ അതായത് ഈ മുല്ലപ്പെരിയാർ ഡാം പൊളിക്കുകയാണെങ്കിൽ ഏകദേശം 6 TMC വരെ വെള്ളം കിട്ടും. അപ്പോൾ ഈ ഒരു 6 TMC വെള്ളം ഇടുക്കി ഡാമിലോട്ട് വരുമ്പോൾ അതിൽ സിമ്പിളായിട്ട് പവർ ജനറേഷൻ കൂട്ടാൻ പറ്റും. ഇതിലൂടെ കേരള ഗവൺമെന്റിന് നല്ല രീതിയിൽ തന്നെ അത് വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സോഴ്സ് ഓഫ് വരുമാനം കേരള ഗവൺമെന്റ് ഇങ്ങനെ കിട്ടും. രണ്ടാമത്തെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ അതായത് പുതിയ ഡാം കിട്ടുമ്പോൾ അതായത് പുതിയ ഡാം നിർമ്മിക്കുമ്പോൾ രണ്ടാമത് എഗ്രിമെന്റ് ചെയ്യണം. അപ്പോൾ അവർ പവർ ജനറേഷൻ അവർക്ക് നടത്തണമെങ്കിൽ അവർ വീണ്ടും എഗ്രിമെന്റ് ചെയ്യുമ്പോൾ ആ എഗ്രിമെന്റിൽ നമുക്ക് കൂടുതൽ തുക വാങ്ങാം. അപ്പോൾ ഇതിൽ നിന്ന് 2 റവന്യൂ കിട്ടും. ഇതുകൂടാതെ അതായത് ഇപ്പോൾ മുല്ലപ്പെരിയാർ നിൽക്കുന്ന ആ ഒരു വെള്ളം ഒരിക്കലും തമിഴ്നാട് ഗവൺമെന്റിന് അവിടെ നിർത്താൻ പറ്റില്ല. അതായത് പുതിയ ഡാം കിട്ടുമ്പോൾ അത് കുറയ്ക്കേണ്ടത് ആവശ്യമുണ്ട്. അതായത് പുതിയ ഡാം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഇത്ര അടി ഉറക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ നിന്ന് ബാക്കി വരുന്ന വെള്ളമെല്ലാം തന്നെ ഇടുക്കി ഡാമിൽ വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മെയിൻ ആയിട്ടും ഇതിൽ ചർച്ച വരിക്കുന്നത്. പിന്നെ ഒരു ഡെഫിനറ്റ്ലി ഒരു കാര്യമുണ്ട്, അതായത് ഇത് പൊളിയും എന്നുള്ള ഒരു കൺസേണും ഗവൺമെന്റിന് ഉണ്ടാവും. പൊളിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് കാത്തിരിക്കുന്നത്. ഇനി തമിഴ്നാട് ഗവൺമെന്റിന് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റിനെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു കാര്യം ഈ പവർ ജനറേഷൻ തന്നെയാണ്. അതായത് ഈ ഒരു പവർ ജനറേഷനിലൂടെ അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ഈ ഒരു പവർ ജനറേഷൻ മാത്രം കൊണ്ട് അവർ നേടുന്നത്. അപ്പോൾ ഈ ഒരു പവർ ജനറേഷൻ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും ഒരു എഗ്രിമെന്റ് വരികയാണെങ്കിൽ ഈ ഒരു എഗ്രിമെന്റ് പുതുപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കോടികൾ രൂപ കേരള ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പവർ ജനറേഷൻ കുറയും എന്നുള്ളതിൽ ഈ തമിഴ്നാട് ഗവൺമെന്റിന് നല്ലവണ്ണം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഇത് പൊളിക്കാതിരിക്കാനോ ആദ്യം ശ്രമിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ നേട്ടം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോട്ടാണ്. അപ്പോൾ വോട്ട് എന്താ പ്രധാനം എന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഡാം പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കേരളത്തിൽ വോട്ട് അനുകൂലമാവുന്നോ അതേപോലെ തന്നെ അവിടെ നേരെ ഓപ്പോസിറ്റായി മാറും. അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് ഈ വെള്ളം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടും വീണ്ടും പൊളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റിനോടുള്ള വിശ്വാസം അവിടെയുള്ള ജനങ്ങൾക്ക് പോവുകയും അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ആ ഒരു ഗവൺമെന്റിനെതിരെ തിരികുകയും അടുത്ത ഇലക്ഷനിൽ അവർ ഏറ്റവും വലിയൊരു തോൽവി എത്തും എന്നുള്ള യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഏത് സർക്കാർ അതായത് DMK സർക്കാരാണോ ADMK സർക്കാരാണോ ഇവർ
ആര് വരുമ്പോൾ പൊളിച്ചു കഴിഞ്ഞാലും അതായത് ആ ഒരു പാർട്ടി അടുത്ത ഇലക്ഷനിൽ തോക്കുമെന്നുള്ളത് യാതൊരുവിധ തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്കണോമി. അതായത് തമിഴ്നാട് എക്കണോമി 1 ട്രില്യണിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അപ്പോൾ ഈ ഒരു ഡാം പൊളിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്കണോമി ഡൗൺ ആവും. അതെങ്ങനെയാണെന്നല്ലേ, അതായത് ഈ ഒരു വെള്ളം കൊണ്ടാണ് അവർ വൈഗൈ, ദിണ്ടുക്കൽ, മധുര എന്ന് പറയുന്ന ഈ 3 സ്ഥലങ്ങളിലോട്ടും കൃഷി നടത്തുന്നത്. അപ്പോൾ കൃഷി തമിഴ്നാട് എക്കണോമിന്റെ ഒരു സർട്ടൻ പെർസെന്റേജോളം അവർക്ക് റവന്യൂ വരുന്നത് ഈ കൃഷിയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ, അതായത് ഈ 3 സ്ഥലങ്ങൾ മാത്രമല്ല, ഇതിൽ കൂടുതൽ ഏകദേശം ഒരു 8 to 16 സ്ഥലങ്ങളോളം ഈ വെള്ളം, അതായത് ഒരു ചെറിയൊരു പോർഷൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലുള്ള കൃഷിയെല്ലാം അവിടെ ഇല്ലാണ്ടാവും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള ജനങ്ങളെല്ലാം പട്ടിണി കിടന്ന് മരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള കൃഷിയിൽ നിന്ന് കിട്ടുന്ന സോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും തമിഴ്നാട് ഗവൺമെന്റ് മറക്കേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള ജനങ്ങൾക്കും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവും കുറയുമെന്ന് തമിഴ്നാട് സർക്കാരിന് നല്ലവണ്ണം അറിയാം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ടൂറിസ്റ്റ് റവന്യൂ, അതായത് ഈ മുല്ലപ്പെരിയാറിന്റെ ചുറ്റും ടൂറിസ്റ്റ് പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടും ടൂറിസ്റ്റുകൾ വരാനുള്ള പ്രധാന ഹൈലൈറ്റും അതായത് അവിടെ കൂടുതലും ഹൈലൈറ്റ് ആയി പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാം ഉണ്ടായതുകൊണ്ടാണ് അവിടെ കൂടുതലും ടൂറിസ്റ്റ് വരുന്നത് എന്ന് അവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡാം പൊളിക്കുകയാണെങ്കിൽ അവിടെയുള്ള ടൂറിസ്റ്റ് റവന്യൂ അവർക്ക് കംപ്ലീറ്റ് ആയി ഇല്ലാണ്ടാവും. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെയും അതായത് റവന്യൂ എല്ലാം കുറയുമെന്ന് അറിയാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇതും ഡയറക്റ്റ് ആയിട്ട് എക്കണോമിനെ അഫക്ട് ചെയ്യുമെന്ന് തമിഴ്നാട് ഗവൺമെന്റിന് നല്ലവണ്ണം അറിയാം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇമ്പോർട്ടന്റ്, അതായത് എഗ്രിമെന്റ്. അതായത് ഇപ്പോൾ കേരള സർക്കാരുമായിട്ടുള്ള എഗ്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു വർഷത്തിന് 1 ഏക്കറിന് 30 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് തമിഴ്നാട് ഗവൺമെന്റ് അത് എഗ്രിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും ഏക്കറിന് ഒരു വർഷത്തിന് ഇത്രയും എമൗണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് അത് ഒരു റീ എഗ്രിമെന്റ് ചെയ്യുകയാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് ഈ 30ന് ചിലപ്പോൾ 300 ആയിട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. അതായത് 10 ഇരട്ടിയോളം കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അതായത് ഈ മുല്ലപ്പെരിയാറിന് കിട്ടുന്ന ഈ റവന്യൂ എല്ലാം തന്നെ അവർക്ക് വീണ്ടും വെറുതെ ഒരു ഇതുമില്ലാതെ കേരള സർക്കാരിന് കൊടുക്കേണ്ടി വരും എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഇതിലെല്ലാം തന്നെ അതായത് ഇത്രമാത്രം റവന്യൂ കളയാൻ വേണ്ടി അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഈ റവന്യൂ എല്ലാം പോട്ടെ എന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാലും അവർക്ക് അടുത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് അതായത് ജനങ്ങളുടെ ഭാവി, അതായത് അവിടെ ഉള്ള ജനങ്ങളുടെ കൃഷി ഉള്ള കാര്യങ്ങളെല്ലാം നശിക്കും എന്നറിയാം. അതായത് ഈ മുല്ലപ്പെരിയാർ കെട്ടാനുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ബ്രിട്ടീഷേഴ്സ് ഭരിച്ചപ്പോൾ മദ്രാസ് ഫുള്ളായിട്ടും ദാരിദ്ര്യം, അതായത് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത, വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ പട്ടിണി കിടന്ന് ആ ഒരു സമയത്ത് അതായത് കേരളം, അതായത് മദ്രാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനെയാണ് പണ്ട് മദ്രാസ് പ്രസിഡൻസി എന്നാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ടും ഡ്രൗട്ട് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഈ മുല്ലപ്പെരിയാർ അത്ര റിസ്ക് എടുത്ത് കെട്ടിയത്. നിന്ന് രക്ഷിക്കാൻ കെട്ടിയ ഈ മുല്ലപ്പെരിയാർ പൊളിക്കുകയാണെങ്കിൽ വീണ്ടും തമിഴ്നാട് ആ ഒരു അവസ്ഥയിലോട്ട് പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവരിത് പൊളിക്കാൻ പറയുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതായത് ഇതിന്റെ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള അതായത് എമൗണ്ട് അടക്കം ക്ലിയർ ആയി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.